ഭാഷയുടെ ദ്വൈത ഘടന, അതായത് രണ്ട് ഘടകങ്ങൾ ചേർന്ന് ഉണ്ടാകുന്നത് എന്നാണ്. അതായത് പരസ്പര പൂരകങ്ങളായ രണ്ട് ഘടകങ്ങളാണ് ഭാഷയ്ക്ക് അതിൻ്റെ സ്വഭാവം നൽകുന്നത്. അതിൽ ഒന്നാമത്തത് ഭാഷയുടെ പ്രകാശനം, അത് ഒന്ന്. രണ്ട്, സാരം. അങ്ങനെ പ്രകാശനവും സാരവും ആണ് ഈ രണ്ട് ഘടകങ്ങൾ. ഇതിൽ ആദ്യത്തേത് ശബ്ദങ്ങൾ മാത്രമാണ്. മനുഷ്യൻ്റെ ശബ്ദാവയവങ്ങൾക്ക്, അതായത് ശബ്ദം പുറപ്പെടുവിക്കുന്ന അവയവങ്ങൾ, അത് പതുക്കെ നമുക്ക് പറയാം. അവയവങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒട്ടുമിക്കവാറും ശബ്ദങ്ങൾ ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിലുള്ള ആശയങ്ങളെല്ലാം ആണ് രണ്ടാം ഘട്ടമായ സാരത്തിലുള്ളത്. ഈ സാരമാണ് ഭാഷയിലെ ശബ്ദങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്.